780 people have been killed so far in the war, has told troops to take control of new positions, have lost their lives. ടോൾസ്റ്റോയിന്റെ ഒരു കോട്ട്, if everyone fought for their own conviction, there would be no war. ഈ വാറൊക്കെ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് അറിയോ? നമ്മൾ അനുസരണാശീലമുള്ള ഒരാളായി മാറുമ്പോൾ, നമ്മൾ ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ, നമ്മുടെ സ്വയം കൺവിക്ഷന്റെ പുറകെ പോകാനുള്ള ധൈര്യമില്ലാത്തപ്പോൾ. ശരിയാണ്, ഈ നടക്കുന്ന യുദ്ധങ്ങൾക്കൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപാട് പൊളിറ്റിക്കൽ കാരണങ്ങളുണ്ടാവും, റിലീജിയസ് കാരണങ്ങളുണ്ടാവും, എക്കണോമിക്കൽ കാരണങ്ങളുണ്ടാവും. പക്ഷെ ഫണ്ടമെന്റലി യുദ്ധം നടക്കണമെങ്കിൽ അനുസരണാശീലമുള്ള, മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്ന, സ്വന്തമായി ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു ജനത ഉണ്ടാവണം. പക്ഷെ എല്ലാവരുടെയും വിചാരം നമ്മളൊക്കെ ഇൻഡിപെൻഡന്റ് ആയ ആൾക്കാരെന്നാണ്. നമ്മുടെ ഒബീഡിയൻസ്, നമ്മുടെ കണ്ടീഷനിങ്, നമ്മുടെ കൺഫർമേഷൻ, ഇതൊന്നും നമ്മൾ അറിയാതെയാണ് നമുക്ക് സംഭവിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസിലെ ഒരു തരം വയറിംഗ് ആണ്. ഇത് മനസ്സിലാക്കാനാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. സോ മെഡിറ്റേഷൻ ക്യാൻ ആക്ച്വലി സ്റ്റോപ്പ് വാർ. ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോ ആണ്. ബിക്കോസ് ദിസ് ഈസ് ദ റീസൺ വൈ വി മെഡിറ്റേറ്റ്. സോ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് തോട്ട്സ് വരും. പക്ഷെ ഇതൊക്കെ വെറുതെ വരുന്ന തോട്ട്സ് ആണോ? ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന തോട്ട്സ് ആണോ? അല്ലെങ്കിൽ ഇതൊക്കെ ആരെങ്കിലും നിങ്ങളെ മനഃപൂർവ്വം നിങ്ങളുടെ തലയിലേക്ക് കുത്തിക്കയറ്റുന്ന തോട്ട്സ് ആണോ? ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു, ആദ്യം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തോട്ട്സുമായി വളരെയധികം കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. പക്ഷെ നമുക്ക് വേണ്ടത് ക്യൂരിയോസിറ്റിയാണ്. ഇതൊക്കെ എങ്ങനെ വരുന്നു? ഇതിനൊക്കെ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദ മീനിങ്? നമ്മൾ പ്രകൃതിയെ നോക്കുന്ന പോലെ, നമ്മൾ ചുറ്റും നോക്കുന്ന പോലെ തന്നെ നമ്മുടെ തോട്ട്സിനെയും കാണാൻ പറ്റുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മുടെ തോട്ട്സിനെ പറ്റി പഠിക്കുന്നത്. ആദ്യം നമ്മൾ വിചാരിക്കുക തോട്ട്സ് ഒക്കെ ഇൻഡിവിജ്വൽ ആണെന്നാണ്. ഓരോ തോട്ട്സിനും നമ്മൾ അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കും. പിന്നീട് നമുക്ക് മനസ്സിലാവും ഈ തോട്ട്സുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. കുറച്ച് തോട്ട്സുകൾക്ക് ദേഷ്യ സ്വഭാവമായിരിക്കും, കുറച്ച് തോട്ട്സുകൾക്ക് സങ്കടമായിരിക്കാം, കുറച്ച് തോട്ട്സുകൾക്ക് സന്തോഷമായിരിക്കാം, നമ്മുടെ ഫ്യൂച്ചർ ആങ്സൈറ്റി അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡ്രീംസിനെ പറ്റിയായിരിക്കാം, ചില തോട്ട്സുകൾ പാസ്റ്റിനെ പറ്റിയായിരിക്കാം. അങ്ങനെ ഈ തോട്ട്സിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഗ്രൂപ്പിന്റെ പിറകെ ഓരോ ഗ്രൂപ്പിനും അതിൻ്റെതായ ഒരു ഇമോഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് ഞാൻ ഈ ഡിഫറെന്റ് കളർ ഉപയോഗിച്ചത്. ഈ കളറിനെ നമുക്ക് വേണമെങ്കിൽ ഇമോഷൻ എന്ന് പറയാം. അതായത് ഓരോ തോട്ട്സിനും ഓരോ ഇമോഷണൽ നേച്ചർ ഉണ്ടാവും. കുറച്ചും കൂടി ഡീപ്പായി നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, കുറച്ചും കൂടി ഡീപ്പായി നിങ്ങൾ നിങ്ങളുടെ തോട്ട്സിനെ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ തോട്ട്സിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട് എന്ന് മനസ്സിലാവും. ഇതിനൊക്കെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ഉണ്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഇതിനെനിക്ക് സ്പെസിഫിക് ആയിട്ട് എക്സാമ്പിൾ പറയാൻ പറ്റില്ല, കാരണം അത് ഓരോരോ ആൾക്കും അനുസരിച്ച്. പക്ഷെ 100% ഗ്യാരണ്ടി നിങ്ങളുടെ തോട്ട്സ് ഒക്കെ ഒരു മെക്കനൈസ്ഡ് പാറ്റേൺ ആയിരിക്കും. അത് നിങ്ങൾക്ക് മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാൻ കുറച്ച് കോമൺ എക്സാമ്പിൾസ് പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് മനസ്സിലാവും. നിങ്ങൾക്ക് തോന്നിയിട്ടില്ല നിങ്ങൾ ചില സിറ്റുവേഷനുകളിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിയാക്ഷൻ ഒരേപോലെയാണെന്ന്? ചില ആളുകൾ പറയും നിങ്ങളുടെ സ്വഭാവമാണത്. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം, പെട്ടെന്ന് സങ്കടം വരുന്ന സ്വഭാവം. എനിക്ക് പണ്ടേ ഉള്ള ഒരു ശീലമാണ് ആൾക്കാരെ വാച്ച് ചെയ്യുക, ആൾക്കാരുടെ സ്വഭാവം വാച്ച് ചെയ്യുക, അവരുടെ ബിഹേവിയറൽ പാറ്റേൺസ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് പണ്ടേ ഉള്ള ഒരു ഹോബി ആയിരുന്നു എൻ്റെ. നമ്മളെ നോക്കുന്നതിന് മുന്നേ നമുക്ക് ചുറ്റുപാട് നോക്കിയാൽ പല ആളുകളെയും വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. ചില ആൾക്കാർ അൺകോൺഷ്യസ്ലി കള്ളം പറയും, ചില ആൾക്കാർ വളരെ പെട്ടെന്ന് വേറൊരാൾ പറയുന്നത് എഗ്രി ചെയ്യും, ചില ആൾക്കാർ വളരെ പെട്ടെന്ന് സ്വയം ഡിഫെൻഡ് ചെയ്യും. എന്തെങ്കിലും പറഞ്ഞ ശേഷം അപ്പൊ തന്നെ ഞാൻ എന്തുകൊണ്ടത് ചെയ്തു എന്ന് പറയും. ചില ആൾക്കാർക്ക് എപ്പോഴും എന്ത് സംഭവിക്കും എന്ന കാര്യത്തിൽ ഭയങ്കര ഫ്യൂച്ചർ ആങ്സൈറ്റി ഉണ്ട്. ചില ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ മൊത്തം ഫ്യൂച്ചർ പോസിബിലിറ്റീസും കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. കൂടുതലും നെഗറ്റീവ് ആയിരിക്കും, അതുകൊണ്ട് ഓവർലി പ്രിക്കോഷ്യസ് ആയിരിക്കും. ചില ആൾക്കാർ വളരെ പീപ്പിൾ പ്ലീസിങ് ആയിരിക്കും, ചില ആൾക്കാർ വെറുതെ ആൾക്കാരെ പുകഴ്ത്തും, ചില ആൾക്കാർ ഒന്നും അറിയാതെ പോലെ അഭിനയിക്കും. എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചില ആൾക്കാർ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവാണ് എന്ന് പറയും. ചില ആൾക്കാർ ചെറിയ കാര്യത്തെ എക്സാഗ്രേറ്റ് ചെയ്യും. ഇതൊക്കെ കാണാൻ രസമുള്ള ഒരുപാട് ബിഹേവിയറൽ പാറ്റേൺസ് ആണ്. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ബിഹേവിയർ പാറ്റേൺസ് നമുക്കുണ്ടാവും. പക്ഷെ അത് മനസ്സിലാക്കാൻ ഏക വഴി മെഡിറ്റേഷൻ മാത്രമാണ്. സൈക്കോളജി മാത്രമാണ് ഇതിന്റെ ബിഹേവിയറൽ പാറ്റേൺ എന്ന് പറയുന്നതും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതും. കാരണം സൈക്കോളജി തോട്ട്സിന് മുകളിൽ പോകാറില്ല. വളരെ അഡ്വാൻസ് സ്റ്റഡി ഓഫ് സൈക്കോളജി മാത്രമേ തോട്ട്സിന്റെ പുറകിലുള്ള അതിന്റെ സ്പിരിച്വൽ റെലമിലേക്കൊക്കെ കടന്നിട്ടുള്ളൂ. യുങ്ങിയൻ സൈക്കോളജി ഒക്കെ പോലെയുള്ള കാര്യം അതൊന്നും നമ്മുടെ സൈക്കോളജി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരിൽ കോമൺ നോളജ് അല്ല. ഭൂരിഭാഗം പേർ ഇപ്പോഴും ഫ്രോയിഡിയൻ ബിഹേവിയറൽ സൈക്കോളജി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതൊന്നും തോട്ട്സിന് മുകളിൽ പോയിട്ടില്ല ഇതുവരെ. ഞാൻ നേരത്തെ പറഞ്ഞ തോട്ട്സിന്റെ കളർ, അതായത് ഞാൻ പറഞ്ഞ ഇമോഷൻ, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കണ്ടീഷനിങ് ബാക്കിയുള്ളവരിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളുടെ ഉള്ളിലും നമുക്ക് ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായി നമ്മളിൽ വരുന്ന ചോദ്യമാണ്, ഇത് എവിടുന്നാ തുടങ്ങുന്നത്? എന്തിനാണ് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കണ്ടീഷൻ ചെയ്യുന്നത്? വാട്ട്സ് ദ പർപ്പസ്? ഈ റെക്കഗ്നേഷൻ ആണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റിയുടെ തുടക്കം, യഥാർത്ഥ മെഡിറ്റേഷന്റെ തുടക്കം. എവിടുന്നാണ് ഈ കണ്ടീഷനിങ് വരുന്നത്? എന്തിനാണ് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കണ്ടീഷൻ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ പോലും അറിയാതെ എനിക്ക് ഇങ്ങനെയുള്ള ബിഹേവിയറൽ പാറ്റേൺ, പീപ്പിൾ പ്ലീസിങ് ക്യാരക്ടർ, ആങ്ഷ്യസ് ക്യാരക്ടർ, ഓവർ തിങ്കിങ് ക്യാരക്ടർ? എന്തുകൊണ്ടാണ് എനിക്ക് തന്നെ യൂസ്ഫുൾ അല്ലാതെ ഇരുന്നിട്ട് പോലും ഞാൻ ഇങ്ങനെയുള്ള കണ്ടീഷനിങ് കൊണ്ടു നടക്കുന്നത്? ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ? ഇതാണ് സ്പിരിച്വൽ പ്രാക്ടീസിന്റെ അല്ലെങ്കിൽ മെഡിറ്റേഷന്റെ ഒരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദിസ് കണ്ടീഷനിങ്? ഇനിയാണ് നമ്മൾ ഇത്രയും കാലം കളിച്ചുകൊണ്ടിരുന്ന കളിയിലേക്ക് വരാമോ? എന്താണ് കളി? സൊസൈറ്റി എന്ന കളി. നമ്മൾ അറിയാതെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന ഈ കളിയാണ് നമ്മുടെ ഉള്ളിൽ ഇത്രയും കണ്ടീഷനിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതെങ്ങനെയല്ലേ? ഇതൊരു ഡബിൾ ബൈൻഡ് ഗെയിമാണ്. ഡബിൾ ബൈൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ അറിയോ? ഒരു കോയിൻ ടോസ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഹെഡ് വന്നാൽ ഞാൻ ജയിച്ചു, ടെയിൽ വന്നാൽ നിങ്ങൾ തോറ്റു. പ്രശ്നം മനസ്സിലായോ? ഈ കളി ജയിക്കാൻ ഒരു വഴിയില്ല. ഇതാണ് ഡബിൾ ബൈൻഡ് ഗെയിം.
നമ്മുടെ കുട്ടിക്കാലത്ത് തൊട്ട് നമ്മൾ അറിയാതെ നമ്മൾ കളിച്ചിരുന്ന കളിയാണ്. കളിയുടെ പേരാണ് സൊസൈറ്റി. കെമിസ്ട്രിയിൽ തെർമോഡൈനാമിക്സിൽ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. സിസ്റ്റം എന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യവും സറൗണ്ടിങ് എന്ന് പറയുന്നത് പുറത്തുള്ള കാര്യം. അപ്പൊ നമ്മളാണ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴികെയുള്ള ബാക്കിയെല്ലാം സൊസൈറ്റിയാണ്, എൻവയോൺമെന്റ്. ഈ സറൗണ്ടിങ്ങിന്റെ ജോലി എന്തെന്ന് വെച്ചാൽ നമ്മൾ ആരാണ് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ പറ്റിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സൊസൈറ്റി. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് ജയിക്കാനാവാത്തൊരു കളിയാണ്. ഇത് ജയിക്കാനാവാത്ത കളിയാന്ന് പറയാൻ കാരണം ഈ പറയുന്നതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ചെയ്തു തീർക്കാൻ പറ്റില്ല. സൊസൈറ്റി പറയും നിങ്ങളാവണം, നിങ്ങൾ ഒറിജിനൽ ആവണം. പക്ഷെ പ്രശ്നം അതേസമയം നിങ്ങൾ അക്സെപ്റ്റബിൾ ആവണം, എല്ലാവരും അംഗീകരിക്കുന്ന ആളാവണം. പക്ഷെ നിങ്ങൾ ഒറിജിനൽ ആവണം. അതെങ്ങനെ സാധിക്കും? നിങ്ങൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യണം, പക്ഷെ അത് നിങ്ങൾക്ക് തോന്നിയിട്ട് തന്നെ ചെയ്യണം. വേണമെന്ന് വെച്ച് ചെയ്താൽ അത് ഫേക്ക് ആവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് റിലേറ്റീവ്സ് ഇല്ലേ, പക്ഷെ ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ അവരോട്. ഒരു സ്ത്രീ സ്ത്രീയെ പോലെ ബിഹേവ് ചെയ്യണം, ഒരു പുരുഷൻ പുരുഷനെ പോലെ ബിഹേവ് ചെയ്യണം. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തും ആവാം, യു ആർ കംപ്ലീറ്റ്ലി ഫ്രീ. പക്ഷെ വിജയിക്കണം, യു ഹാവ് ടു സക്സീഡ്. നിങ്ങൾക്ക് നിങ്ങളെ ശരീരത്തെ എന്തായാലും സ്നേഹിക്കണം, യു വിൽ ഹാവ് ടു ലവ് യുവർ ബോഡി. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ആ ശരീരത്തെ മാറ്റവും വേണം, വെളുപ്പിക്കണം, നല്ല ഫെയർ സ്കിൻ ആവണം, ജിമ്മിൽ പോകണം, മസിൽ വരുത്തണം, അതൊക്കെ ചെയ്യണം. പക്ഷെ നിങ്ങളുടെ ബോഡി ഇഷ്ടപ്പെടുകയും വേണം. ഇനിയും ചിന്തിച്ചാൽ നിങ്ങളുടെ സൊസൈറ്റി നിങ്ങളോട് പറയുന്ന ഒരുപാട് റൂൾസ് നിങ്ങൾക്ക് മനസ്സിലാവും. റൂൾസ് മാത്രമല്ല, അതിന്റെ ഈ ഡബിൾ ബൈൻഡിങ്ങും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരെയും ഫോഴ്സ് ചെയ്ത് സ്നേഹിക്കാൻ പറ്റില്ല. നിങ്ങളാവണം എന്ന് പറഞ്ഞാൽ അതേ സമയത്ത് നിങ്ങൾക്ക് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് സ്ത്രീ അല്ലാതെ വേറൊരു സ്വഭാവം പുറത്തെടുക്കാൻ പറ്റില്ല. നിങ്ങൾ പുരുഷനാണെങ്കിൽ നിങ്ങൾക്ക് പുരുഷ സ്വഭാവം അല്ലാതെ വേറൊന്നും പുറത്തെടുക്കാൻ പറ്റില്ല. ദിസ് ഈസ് ദ ഡബിൾ ബൈൻഡിങ് ഗെയിം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കളിയില്ലേ, കോയിൻ ടോസിന്റെ കളി, ഈ റൂൾസ് ആണ് നിങ്ങൾക്കോട് പറയുന്നെങ്കിൽ ആരെങ്കിലും ഈ കളി കളിക്കും. പക്ഷെ നിങ്ങൾ ഇത്രയും കാലമായി ഈ കളി കളിച്ചുകൊണ്ടിരിക്കുക. ജയിക്കൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്? അത് കാരണം വേറൊന്നുമല്ല, ഈ കളി നമ്മൾ തുടങ്ങിയത് എട്ടും പൊട്ടും തിരിയാത്ത സമയത്താണ്, വളരെ വളരെ ചെറുപ്പത്തിൽ. നിങ്ങൾ ഈ ലോകത്ത് വന്ന് ഒന്ന് മനസ്സിലാക്കി തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്കെതിരെ തുടങ്ങിയ കളിയാണിത്. പിന്നീട് ഒരു 20 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയെ പറ്റി അന്വേഷിച്ചു പോകുന്നത്. ഞാൻ ആരാണ് എന്ന ചോദ്യം അന്വേഷിച്ചു പോകുന്നത്. ഞാൻ വലിയ സ്പിരിച്വൽ ക്വസ്റ്റ്യൻ അല്ല ഈ പറയുന്നത്. എല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചോദിച്ചിട്ടുണ്ടാവും. എന്താണ് ഇതിന്റെ അർത്ഥം എന്നും, എന്താണ് ഞാനെന്നും, ഞാൻ എന്ന വ്യക്തിത്വം, വ്യക്തി എന്നും എന്താണെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും. അതുവരെ നമ്മൾ ഈ കളി സമർത്ഥമായി കളിച്ചു. നമ്മുടെ നിഷ്കളങ്കത കൊണ്ടും നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം കൊണ്ടും നമ്മൾ ഈ കളി നന്നായി കളിച്ചു. നമ്മൾ സ്കൂളിൽ പോയത് പോലും പാരന്റ്സിന് വേണ്ടിയിട്ടും അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബിഹേവിയർ നമ്മൾ അടച്ചു പിടിച്ചത് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട്. സക്സസും ഹാപ്പിനെസ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തു നോക്കി പഠിച്ചു. എന്താണ് സ്ത്രീ എന്നും, എന്താണ് പുരുഷൻ എന്നും, എന്താണ് നല്ലത് എന്നും, എന്താണ് മോശം എന്നും, ഏതിന്റെ ഭാഗമാകുന്നതാണ് നല്ലതെന്നും ഒക്കെ നമ്മൾ പുറത്തു നോക്കി പഠിച്ചു. അങ്ങനെ സ്വയം ചിന്തിച്ചാൽ ഒരിക്കലും ജയിക്കാത്തൊരു കളിയിൽ ജയിക്കാൻ നമ്മളൊരു മാർഗം കണ്ടുപിടിച്ചു. ബാക്കിയുള്ളവരെ ഫോളോ ചെയ്യുക, എല്ലാവരും ചെയ്യുന്നത് മാത്രം ചെയ്യുക, സക്സസ്ഫുൾ ആയ ആൾക്കാരെ ഫോളോ ചെയ്യുക, ട്രെൻഡിങ് ആയ കാര്യങ്ങൾ മാത്രം ചെയ്യുക, എന്താണോ ഇപ്പൊ നടക്കുന്നത് അത് ഫോളോ ചെയ്യുക. പിന്നെ ഉപദേശങ്ങൾക്ക് ഇവിടെ ഒരു ക്ഷാമമില്ല, നിങ്ങൾക്ക് അറിയാലോ. പ്രശ്നം നേരത്തെ പറഞ്ഞ ഈ കോട്ട് പോലെ സ്വയം കൺവിക്ഷന്റെ പുറകെ പോകാൻ നമ്മൾ മറന്നുപോയി. അങ്ങനെ ഏതെങ്കിലും ഒരു ഐഡിയോളജി നമ്മൾ ഫോളോ ചെയ്യും, ഏതെങ്കിലും ഒരു റിലീജിയൻ നമ്മൾ ഫോളോ ചെയ്യും, ഏതെങ്കിലും ഒരു ഫിലോസഫി നമ്മൾ ഫോളോ ചെയ്യും, ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ ഫോളോ ചെയ്യും. അങ്ങനെ ഒരു കൂട്ടത്തില്, ഒരു 1000-ലെ, ഒരു 1,00,000-ലെ, ഒരു കോടിയിലെ ഒരാളായി മാറും. നമ്മൾ മറന്നുപോകും നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി. അങ്ങനെയാണ് യുദ്ധങ്ങൾക്ക് വേണ്ട പടയാളികൾ ഉണ്ടാവുന്നത്. രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്, ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ടു ദിസ് വേൾഡ് ഇസ് ടു നോ യുവർ സെൽഫ്. നിങ്ങൾ ആരാണ് എന്ന് അറിയലാണ് നിങ്ങൾക്ക് ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അല്ലാതെ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളെ പറ്റി വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നതോ, അതിലെ ശരിയും തെറ്റും കണ്ടുപിടിക്കുന്നതോ, ഏതെങ്കിലും ഒരു സൈഡ് പിടിക്കുന്നതോ, അതിനേക്കാൾ ഉപരി മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വയം കണ്ടീഷനിങ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ്. ഒരു രാജ്യം മൊത്തം മെഡിറ്റേറ്റീവ് ആവുകയും സ്വയം കൺവിക്ഷന്റെ പുറകെ പോവുകയും ചെയ്യുമ്പോൾ ആ രാജ്യം ഒരിക്കലും യുദ്ധത്തിന് പുറകെ പോകില്ല. ആ രാജ്യം എപ്പോഴും സ്വന്തം ജനതയുടെ ഹാപ്പിനെസ് കോഷ്യന്റും, ഇന്റലിജൻസ് കോഷ്യന്റും, സ്പിരിച്വൽ കോൺഷ്യൻസും, സൈക്കോളജിക്കൽ കോൺഷ്യൻസും വർദ്ധിപ്പിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല, 10-60 വർഷം മുമ്പേ വിവേകാനന്ദൻ പറഞ്ഞത്. അപ്പൊ ഈ ജയിക്കാൻ പറ്റാത്ത കളി കളിച്ചിട്ട് കാര്യമില്ല. സോ വി നീഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ഗെയിം. അതായത് നമ്മുടെ ഉള്ളിൽ ഈ കണ്ടീഷൻഡ് ആയ സ്റ്റോർഡ് പാറ്റേൺ ഓഫ് തോട്ടുകളെ മനസ്സിലാക്കുകയും അതിന് വില വെക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ. ജിദ്ദു കൃഷ്ണമൂർത്തി പറയുന്ന പോലെ ടു സീ എവറി ഡേ ന്യൂ, ഫ്രഷ്. ഇന്നലകളുടെ ബേർഡൻ ഇല്ലാതെ നമ്മൾ ഇന്ന് ജീവിക്കണമെങ്കിൽ ഈ സ്റ്റോർഡ് ഇമോഷണൽ ആൻഡ് തോട്ട് പാറ്റേൺ നമ്മൾ രക്ഷപ്പെടണം. നമ്മുടെ ഈ കണ്ടീഷനിങ് ആയ പാസ്റ്റ് ലൈഫിൽ ക്ലിങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറും അതായിരിക്കും ഡിറ്റർമൈൻ ചെയ്യുക. ദർ വാസ് നോ ഫ്രീഡം. അതല്ലേ നമ്മൾ ഈ കാണുന്നത്. ഒരു രീതിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം പോലും നമ്മൾ ഈ പാസ്റ്റിൽ ക്ലിങ് ചെയ്ത് നടക്കുന്നതാണ്. മുന്നെന്ത് സംഭവിച്ചു, പണ്ടെന്ത് സംഭവിച്ചു, എവിടെയാണ് ആദ്യം വന്നത്, ആരാണ് ആദ്യം വന്നത്, ആർക്കാണ് ഇതിന്റെ യഥാർത്ഥ അർഹത, അതിന് മുന്നേ എന്ത് സംഭവിച്ചു. ഇന്ത്യയിലെയും പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾക്ക് കാരണം അതാണ്, ലോകത്തിലെ പല പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾക്ക് കാരണം ഇതാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന വിപ്ലവകരമായ ഫിലോസഫിയാണ്. ഒരു ജനത മൊത്തം മെഡിറ്റേറ്റീവ് ആകുമ്പോൾ അവർ ഇന്നലകളെ മറന്ന് ഇന്ന് എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. ഒരു തരം ഒപ്രഷനും കണ്ടീഷനിങ്ങും ഐഡിയോളജിക്കൽ വാഗ്ദാനങ്ങൾക്കും വഴങ്ങാത്തൊരു തലമുറ നമുക്കുണ്ടാവും. ശരിക്കും നമ്മുടെ വിധേയത്വത്തിന്, നമ്മുടെ കണ്ടീഷനിങ്, നമ്മുടെ കൺഫോർമേറ്റീവ് ഒബീഡിയൻസിന് കാരണം യഥാർത്ഥത്തിൽ
നമ്മുടെ മരണഭയമാണ്. അവർ ഫിയർ ഓഫ് അനാലൈഷൻ. മെഡിറ്റേഷന്റെ ഹയസ്റ്റ് സ്റ്റേറ്റിൽ നമുക്ക് മരണഭയം പോലും ഇല്ലാത്തൊരു തലമുറ നമുക്കുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കണ്ടീഷനിങ്, ഈ സൊസൈറ്റി നൽകുന്ന ഈ കണ്ടീഷനിങ് മനസ്സിലാവാതെ അതിനെതിരെ സ്റ്റേണായി സ്വന്തം സെൽഫ് ബിലീഫിൽ നിൽക്കാതെ നിങ്ങളുടെ മൈൻഡ് ഒരിക്കലും സൈലന്റ് ആവാൻ പോകുന്നില്ല. ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസോ ഒരു ടെക്നീക്കോ നിങ്ങളുടെ മൈൻഡിനെ സൈലന്റ് ആക്കാൻ പോകുന്നില്ല. മെഡിറ്റേഷൻ എന്ന ഏറ്റവും ധൈര്യം ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ്. നിങ്ങളാവാതെ നിങ്ങളുടെ മനസ്സ് ഒരിക്കലും ശാന്തമാവാൻ പോകുന്നില്ല. നിങ്ങളാവണമെങ്കിൽ നിങ്ങളുടെ ഈ കണ്ടീഷനിങ് ഒക്കെ നിങ്ങൾക്ക് ഇല്ലാതാവും. നിങ്ങളുടെ കണ്ടീഷനിങ് ഇല്ലാതാവണമെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ ഈ കണ്ടീഷനിങ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു മെഡിറ്റേറ്റ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ഡു യു വാണ്ട് ടു മെഡിറ്റേറ്റ്? Let me help you.